അപ്പോൾ വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോ അപ്പാനി ശരത്തിനായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ശൈത്യ. അപ്പം വേറൊന്നുമല്ല, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് ആർക്കും എന്താണ് റിയാലിറ്റി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ എനിക്ക് ശൈത്യയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പം ബിഗ് ബോസിൽ നിന്ന് ഔട്ടായതിനു ശേഷം അപ്പാനി ശരത്തും അതുപോലെ ശൈത്യം കൂടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിലും ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, ഇവർ ഇതുവരെ റിയാലിറ്റി എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. റിയാലിറ്റി ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ഇനി ചെയ്യത്തുമില്ല. അപ്പാനി ശരത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ ശൈത്യയുടെ ഒരു ഇത് വെച്ചിട്ട് ശൈത്യ ഇനി റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ശൈത്യയുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കാം. അത് ഞാൻ പറയാം, വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ അത് പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയാം. അപ്പം ഇപ്പോഴും ശൈത്യ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഒരാൾ കാരണമാണ് ശൈത്യ ഔട്ടായി പോയെന്നാണ് ശൈത്യ വിചാരിക്കുന്നത്. പക്ഷെ ശൈത്യക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശൈത്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എവിടാണ് ശൈത്യക്ക് തെറ്റ് പറ്റിയെന്ന് ശൈത്യ ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടുമില്ല, അത് തിരുത്തിയിട്ടുമില്ല. പുള്ളിക്കാരിക്ക് അറിയായിരിക്കും, പക്ഷേ പുള്ളിക്കാരി തിരുത്താൻ അത് തയ്യാറാവുന്നില്ല. അപ്പം ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നതിന് ശേഷവും ഇവർ കൊടുത്ത ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത കുറച്ച് കാര്യങ്ങളിലും എങ്ങനെയായാലും എയർപോർട്ടിൽ ഇവർ മൊബൈൽ കൈ കിട്ടുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാലോ. വീട്ടിൽ വിളിക്കുമ്പോഴായാലും എന്തുകൊണ്ട് ഔട്ടായി, എങ്ങനെ ഔട്ടായി എന്നെല്ലാം അറിയാലോ. അപ്പം എയർപോർട്ടിൽ വന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലേ എയർപോർട്ടിൽ വരുന്നത്. എയർപോർട്ടിൽ വന്നതിന് ശേഷം ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ കുറച്ച് കാര്യങ്ങളിൽ അവർ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതും അനുവിനെ പറ്റിയിട്ടാണ്, അനുവിനെ കുറ്റം പറഞ്ഞിട്ടാണ് ശൈത്യ സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ റിയാലിറ്റി ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല. ശൈത്യ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ആ ഒരു നെഗറ്റീവ് സൈഡ് പുള്ളിക്കാരിൽ നിന്ന് എന്ന് വരെ മാറ്റാതെ കൊണ്ട് നടക്കുന്നു, അതുവരെ പുള്ളിക്കാരിക്ക് ഒരു ഉയർച്ച ഉണ്ടാവത്തില്ല. ആ ഒരു കാര്യം പുള്ളിക്കാരി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരിക്ക് ഉയർച്ച ഉണ്ടാവും. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണോടേ, അങ്ങനെ വേണം. നമ്മളെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റെന്ന് വേണമെങ്കിൽ പറയാം, തെറ്റെന്ന് പറയണം, അതാണ് വേണ്ടുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ ശൈത്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അനുമോള് ഒരാൾ കാരണമാണ് ഞാൻ ഔട്ടായത്. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതും അങ്ങനെയാണ്. അനുമോള് നിഴലായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഔട്ടായത്. അതിൽ നിന്ന് മാറിയപ്പോഴാണ് എനിക്ക് എനർജി കിട്ടിയത്, എനിക്ക് കളിക്കാൻ പറ്റിയെന്നൊക്കെയാണ് ശൈത്യ പറഞ്ഞത്. ശൈത്യ ഒരു കാര്യം മനസ്സിലാക്കണം, ശൈത്യയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് തന്നെ പോകേണ്ട ആളായിരുന്നു ശൈത്യ. അനുമോളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയോണ്ട് മാത്രമാണ് ശൈത്യ അവിടെ ഒരു 30 ദിവസം അവിടെ നിന്നിട്ടുള്ളത്. അല്ലെ ശൈത്യക്ക് ആദ്യമേ പോകേണ്ട ആളായിരുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്പാനി ശരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരു കമന്റ് വന്നത് ഞാൻ കണ്ടായിരുന്നു. ശൈത്യ ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ ഭയങ്കര പൊട്ടിത്തെറിച്ച് ദേഷ്യത്തോടു കൂടിയാണ് ശൈത്യ ലൈവിൽ സംസാരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ലൈവ് ഞാൻ കണ്ടില്ല. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചിലപ്പോൾ ഷെയർ ആവുമായിരിക്കും, ചിലപ്പോൾ ആരും കണ്ടു കാണത്തില്ല. അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പുറത്തു വരും, അത് വേറെ കാര്യം. അപ്പം ആ ലൈവിലൊക്കെ പൊട്ടിത്തെറിച്ചാണ് ശൈത്യ സംസാരിച്ചിട്ടുള്ളതെന്നാണ് ആ ഒരു കമന്റിൽ ഞാൻ വായിച്ചത്. എന്തിന് അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനാണ് ശൈത്യ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അതാണ് വേണ്ടുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്കൊരു ഉയർച്ച ഉണ്ടാവത്തില്ല. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പം ശൈത്യ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ വന്നതിന് ശേഷം ഓൺലൈൻ മീഡിയാസിൻ്റെ കൊടുത്ത ഒരു ചോദ്യങ്ങൾക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്. അതിലൊരു കാര്യം ഞാൻ ഇവിടെ വെക്കാം. ശൈത്യ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് വെളി വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരിയുടെ വിചാരം ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പെന്നുള്ള ധാരണയിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അതല്ല, അതിലൊരു പുള്ളിക്കാരി പറയുന്ന ഒരു 1-2 കാര്യം ഞാൻ ഇവിടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഞാൻ പറയാം. അതുപോലെ തന്നെ അനുമോള് പറയണ്ടായി ശൈത്യം പിന്നിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി. അപ്പൊ ആ ഒരു അനുമോള് ഡ്രാമ കളിക്കാന്ന് ഏത് ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിലൊരു പോയ എത്ര ആൾക്കാർ കണ്ടു. നല്ലൊരു ഹ്യൂമാനിറ്റി കിട്ടിയ അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് ഫേക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. ഒരു നല്ല സൗഹൃദത്തിന്റെ പേരുകളാണ് അവിടെ ആദിലൂടെ അവര് ജെന്യൂനാണ്, നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിൻസി നല്ലൊരു ഗെയിമറായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വന്നത്, വേറൊന്നുമല്ല. ബിൻസിയുടെ കാര്യം പറഞ്ഞല്ലോ, ബിൻസി നല്ലൊരു ഗെയിമർ ആണെന്നാണ് ഇതുപോലെ ശൈത്യ പറഞ്ഞത്. നല്ലൊരു ഗെയിമർ ആണെങ്കിൽ ബിൻസി എന്തുകൊണ്ട് ഫസ്റ്റ് വീക്ക് തന്നെ പുള്ളിക്കാരി എടുത്ത് ജനങ്ങൾ പുറത്ത് കളഞ്ഞു?
നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അവിടെ നിന്ന് കളിക്കത്തില്ല, ഇപ്പോഴും അവിടെ നിന്നേനല്ലോ ബിൻസി. എന്നാലും അതെനിക്കൊരു കോമഡി ആയിട്ട് തോന്നി. പിന്നെ അനുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ശൈത്യക്ക് ദേഷ്യമാണ്. അതേ എനിക്ക് കേൾക്കണ്ട, അനുവിനെ പറ്റി എനിക്ക് കേൾക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരി ഇപ്പോഴും റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ഇപ്പോഴും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഈ ഇപ്പം ശൈത്യ വെളിയിൽ വരാൻ തന്നെ കാരണം അനുവാണ്, ഔട്ടാവാൻ തന്നെ കാരണം അനുവാണ് എന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുവാണ്. അതാണ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അനുവിനെ പറ്റി പറയാനേ എനിക്ക് താല്പര്യമില്ല, അനു ഒരാൾ കാരണമാണ് ഞാൻ ഔട്ടായത് എന്നൊരു ഇത് മനസ്സിലിങ്ങനെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്ത് വെച്ചേക്കുവാണ് ഈ ശൈത്യ. ഒരു കാര്യം മനസ്സിലാക്കണം, അനു എവിടെയും ബിഗ് ബോസിൽ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലാവും. കാരണം എപ്പിസോഡ് കാണുന്നു ലൈവ് കാണുന്നു വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. പക്ഷേ ലൈവിനകത്ത് ഇവർ അവിടെ നിന്ന് പോയിരുന്ന് അവിടെയും ചെന്നിരുന്ന് മൂലയ്ക്കും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. പലയിടത്തും ഈ ശൈത്യ അനുവിനെ പറ്റി പോയി പറയുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആദിലെ നൂറ അവരുടെ അടുത്തായാലും അങ്ങോട്ടൊക്കെ മാറിയിരുന്ന് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരെ മറിച്ച് അനു ആയിക്കോട്ടെ ഒരിടത്ത് പോലും ഈ ശൈത്യയെ പറ്റി സംസാരിച്ചിട്ടില്ല. ശൈത്യ അങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ശൈത്യ ആദ്യം എപ്പിസോഡ് വീട്ടിൽ പോയിരുന്ന് ഫുള്ള് കാണും. എപ്പിസോഡല്ല, ലൈവ് കാണാൻ പറ്റുമെങ്കിൽ, ലൈവ് എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ആ ലൈവ് സംഘടിപ്പിച്ച് കാണാൻ ശ്രമിക്കുക, എന്നാലേ കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പൊ കണ്ടിട്ട് ശൈത്യം ഒന്നും കൂടെ ഒന്ന് വിലയിരുത്ത്, ഒന്ന് മനസ്സിലാക്ക്, റിയാലിറ്റി എന്താണ്, റീൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കും. അപ്പം ശൈത്യക്ക് മനസ്സിലാവും. അപ്പം ഈ തെറ്റ് ആരെ ഭാഗത്താണെന്ന് ശൈത്യക്ക് നല്ലപോലെ മനസ്സിലാവും. പുള്ളിക്കാരി ഇപ്പോഴും അനുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനു കാരണമാണ് ഞാൻ ഔട്ടായെന്ന്. ഒരു കാര്യം മനസ്സിലായി, അനുവിനോട് താങ്ക്സ് ആണ് പറയേണ്ടത്, അനുവിനോട് നന്ദിയാണ് പറയേണ്ടത്. ഈ 30 ദിവസം അവിടെ നിൽക്കാനുള്ള ഭാഗ്യവും അതുപോലെ 30 ദിവസത്തെ പൈസ കിട്ടാനുള്ള ഭാഗ്യവും തന്നത് അനു ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ ശൈത്യക്ക് ഔട്ടായി പോയനെ. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വിന്നർ ആവുക, കപ്പടിക്കുക എന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അവിടെ കപ്പൊന്നും അല്ലടേ, കപ്പടിക്കുന്നതല്ല അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. കാരണം ആ ഒരു ഷോയിൽ 100 ദിവസം പോയി ഒറ്റയ്ക്ക് മൊബൈലില്ല, ക്ലോക്കില്ല, സമയമില്ല, ഒന്നുമില്ല, വീട്ടുകാരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, അങ്ങനെ ഉള്ളൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിയുക, ഇത്രയും ആൾക്കാരെ ഇടയ്ക്ക് അടിയും പിടിയും ഉണ്ടാക്കി മാനസിക സമ്മർദ്ദവും കൂടി പ്രഷറും കൂടി ഷുഗറും കൂടി ഒരു പരുവായിട്ടിരിക്കുന്ന ഒരാൾക്ക് അവിടെ വേണ്ടുന്നത് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് വേണ്ടുന്നത്, അല്ലേ? പക്ഷേ ഗെയിമാണ്, അവിടെ ഒറ്റയ്ക്ക് കളിച്ചേ പറ്റൂ. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സൗഹൃദം, ഇപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ ഓരോ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. ആ ഓരോ സീസണിൽ പോയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും വെളിയിൽ അവരവിടുന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ ഇപ്പോഴും അവർ വെളിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലെ ഇപ്പം നമ്മളിനി എന്തൊക്കെ അവിടെ നെഗറ്റീവാന്ന് പറഞ്ഞാൽ തന്നെയും അത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. ഒരുപാട് ഇപ്പം അടുത്ത സമയങ്ങളിൽ തന്നെ ഈ സീക്രട്ട് ഏജന്റ് സായിയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പം നൂറ, അപ്പൊ അവരൊക്കെ എല്ലാവരും ഇപ്പം സിജോ, ഇവരൊക്കെ ഇപ്പോഴും ഓരോ പരിപാടിക്ക് ഇവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ഒരു സൗഹൃദങ്ങൾ ഇപ്പോഴും ഇവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ കപ്പടിക്കുക എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന സൗഹൃദം, കാരണം നമ്മൾ അവിടെ പോയി അകപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. എന്നാൽ അത്രയും പ്രഷറും അത്രയും മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് ഷോ. അപ്പം ആ ഷോയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും എടുക്കാനും കിട്ടുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അപ്പൊ ആ സുഹൃത്താണ് ആ ഷോയിലെ ഏറ്റവും വലിയ കപ്പെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പൊ അനു ചിലപ്പം ഈ ശൈത്യ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ശൈത്യ എങ്ങനെയാണ് കണ്ടത്? പുള്ളിക്കാരിക്ക് അവിടെ എങ്ങനെയെങ്കിലും വിൻ ചെയ്യുക, ഒരാളെ അടിച്ച് മലർത്തിയിട്ടിട്ട് കയറി പോവുക, അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെയാണ് ശൈത്യ കളിക്കാൻ നോക്കിയത്. പക്ഷേ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓഡിയൻസ് വിചാരിച്ചാൽ മാത്രമേ ഇനി ആരാണെങ്കിലും അവിടെ മുമ്പോട്ട് കയറി പോകൂ, ടോപ്പ് 5 വരെ എത്തൂ. അപ്പം അവിടെ അനു ജെന്യുവനായിട്ട് നിന്ന് ശൈത്യ ജെന്യുവനായിട്ടുള്ളൊരു ഫ്രണ്ടായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ ശൈത്യ കാലുമാറിയത്. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മളെ കണ്ടയാണ്. ലാലേട്ടൻ പറഞ്ഞ സമയത്ത് നിന്ന നിപ്പിലല്ലേ കാലം അങ്ങോട്ട് വാരി അടിച്ചത്, അല്ലേ?
ശൈത്യയുടെ ആ നിലപാട് ഇല്ലായ്മയാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ? ആ വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത സമയത്ത് ശൈത്യ എന്താണ് പറഞ്ഞത്? അപ്പൊ അതാണ് പറഞ്ഞത്, ആ ഒരു കപ്പനെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ. നേരെ മറിച്ച് ശൈത്യം ഇറങ്ങി കഴിഞ്ഞിട്ട് അതൊരു ഗെയിമായിരുന്നു, അതവിടെ കഴിഞ്ഞു, അനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജനങ്ങളെ അംഗീകരിച്ചേനെ, അക്സെപ്റ്റ് ചെയ്തേനെ. ഇത് എയർപോർട്ടിൽ വന്നതിന് ശേഷവും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെയാണ് ഈ ശൈത്യം സംസാരിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശൈത്യ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശൈത്യയുടെ ഒരു പഴയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ശ്വേതാ മേനോൻ ഇവർക്കൊരു 6th പൊസിഷൻ വരുന്ന സമയത്ത് അതിനുള്ളൊരു സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഇവർ വേണ്ടെന്ന് വെക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോൾ യൂട്യൂബിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ 3-4 വട്ടം കണ്ടടേ, 3-4 വട്ടം കണ്ട് ഈ സാധനം ഇത് ചെയ്ത് റിജക്ട് ചെയ്ത് വിട്ടിട്ട് വീണ്ടും വീണ്ടും കറങ്ങി ശൈത്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് ഫ്രണ്ടിൽ വന്ന് കിടക്കുവാണ്. അപ്പം ഞാൻ കരുതി അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്ന് കരുതി. അപ്പം അതിനകത്ത് അമൃത ടി വിയുടെ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഇവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ, അതിന് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് എത്രത്തോളം ആണെങ്കിലും അത് സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് വേണ്ടുന്നത്. ഒരു ആക്ടറിനെ സംബന്ധിച്ച്, ഒരു ആക്ട്രസിനെ സംബന്ധിച്ച്, ഒരു കലാകാരിയെ സംബന്ധിച്ച് അതിന് ഏറ്റവും ചെറിയൊരു ഇതാണെങ്കിൽ പോലും, ഒരു ട്രോഫി ആണെങ്കിൽ പോലും അത് സ്വീകരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ശൈത്യ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനമാണ് ഈ സാധനം. ഇപ്പോഴും ഈ ശൈത്യ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അതാണ് ഇവിടെ ശൈത്യക്ക് ബിഗ് ബോസിൽ നിന്ന് 30ാമത്തെ ദിവസം ഇറങ്ങി വരേണ്ട അവസ്ഥ വന്നത്. എന്നാൽ ആ വീഡിയോയും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. മൊമെന്റ് വേണ്ട. ഓക്കെ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചെന്ന്. പ്ലീസ്, നമ്മൾ ആർട്ടിസ്റ്റ്, നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, ചാൻസ്, ടൈം, മൊമെന്റ്, എന്താ പറയാ, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. ഈ വീഡിയോയിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം. കാരണം കലയെ ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ല ഒരു കലാകാരനായിക്കോട്ടെ, ഒരു കലാകാരി ആയിക്കോട്ടെ, അവർ പൊസിഷൻ നോക്കിയോ അല്ലെങ്കിൽ പ്രൈസ് നോക്കിയോ ട്രോഫി നോക്കിയോ അല്ല, ആ ഒരു കലയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വേദി കിട്ടുക അല്ലെങ്കിൽ അവിടെ പെർഫോമൻസ് ചെയ്യുക എന്നത് മാത്രമാണ് അവരൊരു ലക്ഷ്യം, അവരുടെ ഉദ്ദേശം, അവരുടെ ആഗ്രഹം. അപ്പോൾ അവിടുത്തെ പ്രൈസ് നോക്കിയോ അവിടുത്തെ സമ്മാനം നോക്കിയോ ആയിരിക്കത്തില്ല ഒരു കലയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അത് അവിടെ പെർഫോം ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു മൊട്ടുസൂചി, അവർ ചെയ്തൊരു പെർഫോമൻസിന് ഒരു മൊട്ടുസൂചി ആണെങ്കിൽ പോലും കിട്ടുന്നത്, സമ്മാനമായിട്ട് കിട്ടുന്നെങ്കിൽ പോലും അത് സന്തോഷത്തോടു കൂടി മേടിക്കുക. അവരവർക്കുള്ള കഴിവിനനുസരിച്ചൊരു സമ്മാനം അത് എന്താണോ കിട്ടുന്നത് അത് സന്തോഷത്തോടു കൂടി മേടിക്കുക, അതിനെ നിരസിക്കാതിരിക്കുക, അല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ശൈത്യ എന്ന് പറഞ്ഞ ഇവര് ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരിടത്തും. ഇവിടെ ഇവർക്ക് കിട്ടിയ ആ കഴിവിനുള്ള സമ്മാനമാണ്, അവർക്ക് അർഹതപ്പെട്ട സമ്മാനമാണ് അത് അവർക്ക് കിട്ടിയത്. എന്നിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആള് അവിടെ ഉണ്ട്. അപ്പം ഫസ്റ്റ് പ്രൈസ് അവർക്ക് കൊടുക്കാതെ ഇവർക്ക് എങ്ങനെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കും? അപ്പോഴും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഇതേ ഒരു വിഷയമാണ് ഇവിടെ അനുവിൻ്റെ ഇടയ്ക്കും ഈ ശൈത്യക്ക് സംഭവിച്ചത്. കപ്പ് ഞാൻ അടിക്കും, അല്ലെങ്കിൽ കപ്പ് എനിക്കാണ്, ഞാനാണ് ഇവിടുത്തെ ഗെയിമർ, അനു ഒന്നുമല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുവിനെ ലാസ്റ്റ് കൂടെ നിന്നിട്ട് കാല് വാരി കുതുകാല് വെട്ടുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഈ ശൈത്യ പുറത്തായത്. അല്ലെങ്കിൽ അനുവിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു 100 ദിവസമെങ്കിലും അവിടെ നിൽക്കായിരുന്നു. റിയാലിറ്റി ഇവർ എത്ര വർഷത്തോളം ഇവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നോ അത്രത്തോളം ഇവർക്കൊരു ഉയർച്ച ഉണ്ടാവത്തില്ല. അതിൽ 100% ഉറപ്പാണ്. നമുക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഇവർക്ക് ഈ സമ്മാനം കൊടുത്ത ശ്വേതാ മേനോന്റെ കാര്യം നോക്കുക. 94 മിസ് ഇന്ത്യ മത്സരത്തിൽ ഇവർക്ക് 5th പൊസിഷൻ, 5th or 6th പൊസിഷനും കണ്ടായിരുന്നു. ഫസ്റ്റ് സുഷ്മിത, രണ്ടാമത്തേൽ ഐശ്വര്യ. അപ്പം ഇവർക്ക് ഒരു 5th പൊസിഷനും കണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, സെക്കൻഡും കിട്ടിയിട്ടില്ല, തേർഡും കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് ശ്വേതാ മേനോന്റെ നില നോക്കി, അല്ലേ? ജഡ്ജായി, അത് കഴിഞ്ഞിട്ട് മിസ് ഇന്ത്യ ആയി, അല്ലേ?
അപ്പോൾ അന്ന് അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ അവർക്കൊരു ഉയർച്ച കിട്ടിയത്. അന്ന് അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഞാനാണ് അവിടുത്തെ വിന്നർ ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മാനം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ജഡ്ജസിനെ എല്ലാം മോശക്കാരാക്കിയിട്ട് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഇന്ന് ഇവർക്കൊരു ഉയർച്ച ഉണ്ടാവൂ? ഇല്ല. അന്ന് അവർ റിയാലിറ്റി അവിടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവർക്കൊരു ഉയർച്ച ഉണ്ടായതും ഈ നിലയിൽ അവർ എത്തിയതും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ശൈത്യയെ പറ്റിയിട്ടും. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബിഗ് ബോസിലെ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം സീ യു.